കേരളം എന്ന ചാനലിലേക്ക് പ്രിയപ്പെട്ട എൻ്റെ പ്രിയ സഹോദരങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ലോകത്ത് നടക്കുന്ന ഒട്ടുമിക്ക സംഭവങ്ങളും വളരെ വ്യത്യസ്തമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ഈ വിഷയങ്ങളെയൊക്കെ കാണുന്നതും കേൾക്കുന്നതും കണ്ടുകൊണ്ടേയിരിക്കുന്നതും. പക്ഷേ കാലങ്ങളായിട്ടുള്ള ആ ഒരു ചരിത്രത്തിൻ്റെ ആ ഒരു ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മളൊക്കെ ഒരുപാട് യുദ്ധ സംഭവങ്ങൾ വായിച്ചും അതുപോലെ തന്നെ നമ്മുടെ പൂർവികർ പറഞ്ഞു തന്നു. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നമുക്ക് അറിയാം. ഞാനതിൻ്റെ ചെറിയൊരു പാട്ട് സാധാരണ ഞാൻ ഈ ലൈവ് ചെയ്യുമ്പോൾ മുമ്പൊക്കെ പാടാറുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് യൂട്യൂബ് എനിക്കിട്ട് പണി തരൽ തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ അത് നിർത്തിയതാ. എന്തായാലും നമുക്കൊന്നും കൂടി പരീക്ഷിച്ച് നോക്കാം അല്ലേ. കരളുരുകുന്ന ചരിത്രമിതാ, കഥനമേതേറും കീസയിതാ, കർബലതൻ ചരിത്രമിതാ, കണ്ണീരിലെഴുതിയ കാവ്യമിതാ. ക്രൂരൻ നസീദിൻ ഭരണത്താൽ കൂഫനിവാസികൾ വ്യസനത്താൽ കൽബരിയും കഥനങ്ങൾ കേട്ടറിഞ്ഞുള്ള സമയത്തിൽ കരളുരുകുന്ന ചരിത്രമിതാ, കഥനമതേറും കീസയിതാ. ഈ പാട്ട് ഹൈയാണ്. അപ്പം ഞാൻ ഹൈയിൽ പാടുമ്പോൾ മക്കളൊക്കെ ഉറങ്ങുന്നുണ്ട്, ചിലപ്പോൾ അവർ ഞെട്ടി ഉണരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എൻ്റെ ഈ ശബ്ദം അങ്ങനെയാണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എരുമ കരയണമെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചാടി എണിക്കാനും സാധ്യതയുണ്ട്. ഹായ്, ഹലോ. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ചില ഭാഗങ്ങളാണ് ഞാനിപ്പോൾ എടുത്ത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ പൂർണ്ണശേഷിയോടെ ഇന്ന് രാത്രിയിൽ 3 രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് റിപ്പോർട്ട്. ഒക്ടോബർ 7 തങ്ങളുടെ രാജ്യത്ത് കടന്നുകയറി 100 കണക്കിന് പേരെ വെടിവെച്ച് കൊന്നതിന്റെ പ്രതികാരം തീർക്കാനാണ് ഇത്തരം ഒരു നീക്കമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ഇത് ഗസ് ചെയ്ത് സംസാരിക്കുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു കൊച്ചു ഒരു ലക്ഷദ്വീപിനെ പോലെ ആ ഒരു കാണുന്ന ഒരു കാഴ്ചയിലാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചില മാധ്യമ റിപ്പോർട്ടർമാർ പടച്ചുവിടുന്ന ന്യൂസുകളാണെങ്കിലും നമുക്കിത് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇസ്രായേൽ എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ലോക ജനങ്ങളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പക്ഷേ ഇസ്രായേൽ ഒന്നുമല്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ദിവസങ്ങളും നാളുകളുമാണ് കടന്നുപോയതും അതുപോലെ ഇനി കടക്കാൻ വേണ്ടി പോകുന്നതും. ഇത്രയും വലിയ മിലിറ്ററിയുടെ ആ ഒരു സെറ്റപ്പുള്ള ഇസ്രായേൽ എന്ന ആ രാജ്യത്തിൽ അതിക്രമിച്ച് കയറുക എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രയാസമാണ്. പിന്നെ ഏത് രീതിയിലാണ് ഇസ്രായേലിന്റെ ആ ഒരു ബസ് സ്റ്റാൻഡിൽ ഒരു വ്യക്തി നിറയൊഴിച്ചു, അതിൽ 2-3 പേർ മരണപ്പെട്ടു, 10-11 പേർക്ക് പരിക്കേറ്റു എന്നൊക്കെ പറയുമ്പോൾ
ഇവരുടെ ആ ഒരു ശക്തന്മാരുടെ ആ ഒരു വലയം എവിടെ പോയി? ഞാൻ 2-3 ദിവസമായിട്ട് വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, ഇസ്രായേൽ വെറും ഇങ്ങനെ പിച്ചും പിഴയും പറയുകയല്ലാതെ നെതന്യാഹുവിന്റെ ആ ഒരു തലച്ചോറിന് എന്തോ ക്ഷതമേറ്റിട്ടുണ്ട് എന്ന് വളരെ വ്യക്തമാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയുന്നു ഇറാന്റെ ആ ഒരു ആണവ നിലയത്തിന് നേരെ മിസൈൽ ആക്രമണം നടത്തരുത് എന്ന് ഇസ്രായേൽ നെതന്യാഹുവിനോട് പറയുമ്പോൾ നെതന്യാഹു പറയുന്നു ഞങ്ങൾ വ്യോമാക്രമണം നടത്തും എന്ന് പറയുന്നു. നിങ്ങൾ അതിൽ ഇടപെടണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് നെതന്യാഹുവിന്റെ ആ സംസാരവും ഒക്കെ. ഇപ്പോ ഇസ്രായേലിന് ആ ഒരു ആയുധം കിട്ടിക്കൊണ്ടിരുന്ന ആ ഒരു അമേരിക്കയുടെ നിലപാടും ഇവിടെ ഒരു മുക്കളം ചവിട്ടിക്കൊണ്ടാണ് അമേരിക്ക ഇപ്പോൾ പിന്തിരിയാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള വാർത്തയും കേൾക്കുന്നു. ഈ രീതിയിൽ പോകുകയാണെങ്കിൽ ഇസ്രായേലിന്റെ ആ ഒരു രാജ്യം, ഇസ്രായേൽ രാജ്യം എന്ന് പറയുന്ന ആ ഒരു രാജ്യം തന്നെ ഈ ഭൂമുഖത്ത് ഉണ്ടാകുമോ എന്നുള്ളതിനെ കുറിച്ചാണ് ഇനി ചിന്തിക്കേണ്ടത്. ഇറാന്റെ ആണവ നിലയങ്ങൾ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ തകർത്തേക്കുമെന്ന അഭ്യൂഹവും ശക്തമാണ്. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കുന്നതിന് പിന്തിരിയണമെന്നും അമേരിക്കയുടെ പിന്തുണ ഉണ്ടാകില്ലെന്നും അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പണി ഇനി പാലും വെള്ളത്തിൽ വരും അല്ലെ? ഇതുവരെയും ആ ഒരു ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നത്, അതല്ലെങ്കിൽ ഇനി ഇസ്രായേലിന് നേരെ എന്തെങ്കിലും അക്രമങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക ഇസ്രായേലിനെ സഹായിക്കും, ബ്രിട്ടൻ ഇസ്രായേലിനെ സഹായിക്കും, ഫ്രാൻസ് ഇസ്രായേലിനെ സഹായിക്കും എന്നുള്ള ആ ഒരു രീതിയിലായിരുന്നു. ഇപ്പോ ഫ്രാൻസ് ഒരു രീതിയിലും ഇസ്രായേലിനെ സഹായിക്കില്ല എന്ന് വളരെ വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പൊ ഇനി ബ്രിട്ടൻ മാത്രമായിരിക്കും ഇനി ഇസ്രായേലിന് സഹായിയാകുക എന്നുള്ള ഒരു തോന്നലുകൾ ചില ആളുകളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്നലെ ഞാൻ ഒരു ലൈവ് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ വന്നിട്ട് ഇസ്രായേലിന്റെ ആ ഒരു ശക്തിയെ കുറിച്ച് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട ഒരു സഹോദരൻ വളരെ മാന്യതയോടു കൂടിയാണ് എഴുതി വിട്ടിട്ടുള്ളത്. എന്താണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് എന്നുള്ളതിനെ കുറിച്ച് ഇനി കൂടുതൽ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആ രാജ്യത്ത് നടക്കുന്ന സംഭവ വികാസങ്ങൾ ഏത് രൂപത്തിലാണ് ഇസ്രായേലിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരുവിധ തെളിവുമില്ലാത്ത ആ ഒരു വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഇറാന്റെ ആ ഒരു ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിന്റെ ഹൃദയഭാഗങ്ങളിൽ ചെന്ന് പതിച്ച് ലൈവായിട്ട് നമ്മൾ CNN-ലും അതുപോലെ BBC-യിലും അൽ ജസീറ പോലെയുള്ള മറ്റ് ചാനലിലും ഇസ്രായേലിന്റെ ചാനലിലും ഒക്കെ കണ്ടപ്പോ അത് കൃത്യമായിരുന്നു. ഇപ്പൊ പറയുന്നു അങ്ങനെ ഒരു വ്യോമതാവളത്തിന് നേരെ ഇറാന്റെ ഒരു മിസൈലും വീണിട്ടില്ല, അങ്ങനെ ഒരു നാശനഷ്ടങ്ങളും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പിന്നീട് ഏത് രൂപത്തിലാണ് ഇസ്രായേലിനെ ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ അടിച്ചിട്ട് ഞങ്ങൾ എന്തായാലും അടിക്കും, ഇനി ഞങ്ങൾ വിടൂല എന്നുള്ള ഈ കരച്ചിൽ എന്തിനാ? എന്നാ പിന്നെ അങ്ങനെ ആക്രമിക്കാതിരിക്കണ്ടല്ലേ? എന്നാൽ ഇക്കാര്യത്തിൽ യാതൊരുവിധ ഉറപ്പും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ബൈഡൻ ഭരണകൂടത്തിന് ലഭിച്ചിട്ടില്ലെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സ്വയം പ്രതിരോധിക്കാനുള്ള ഇസ്രായേലിന്റെ അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും ബൈഡൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതെന്തുകൊണ്ടാണെന്നറിയോ? കാരണം ഈ മാർപ്പാപ്പ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ഉള്ളത് കൊണ്ട് ഇവർ ഈ ജൂത സഹോദരങ്ങൾ ഒന്നിച്ചു നിൽക്കണം എന്നുള്ള ആ ഒരു രീതി ഇവരുടെ ഉള്ളിലുണ്ട്. അപ്പോ അമേരിക്ക ഇനി ആയുധത്തിൽ സഹായിച്ചിട്ടില്ലെങ്കിലും ആ ഒരു മാനസികമായിട്ടുണ്ടാവുമല്ലോ ഒരു അടുപ്പം, ആ ഒരു അടുപ്പമെങ്കിലും കാണിക്കും എന്നുള്ള ആ ഒരു ബൈഡന്റെ ആ ഒരു പിന്തുണയും ഇപ്പോൾ ഇസ്രായേലിന് കിട്ടിയിട്ടുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണങ്ങൾക്ക് തിരിച്ചടിയായി അവരുടെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണമെന്ന മുൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വിഷയം പറയാതിരിക്കല നല്ലത്. കാരണം ഈ ട്രംപ് എന്ന് പറയുന്ന സാധനം വെറും ഡ്രംപടിക്ക എന്നല്ലാതെ ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തൊരു സാധന. ഇറാനുമായിട്ട് മുമ്പ് ഒരു കോർക്കലുണ്ടായതുമായി ബന്ധപ്പെട്ട് ഇറാഖിലുണ്ടായിരുന്ന അമേരിക്കന്റെ ആ ഒരു മിലിറ്ററി ക്യാമ്പിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ തൊടുത്തുവിട്ടു. ഒരുപാട് അമേരിക്കൻ മിലിറ്ററിക്കാർ മരണപ്പെട്ടിട്ട് അന്ന് ഈ പറയുന്ന ഡൊണാൾഡ് ട്രംപ് എന്താ പറഞ്ഞതെന്നറിയോ? അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിട്ടില്ല, ആ മിലിറ്ററിക്കാർക്ക് ഒരു പോറലും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും ഇവർക്ക് നേരെ എന്ത് അക്രമങ്ങൾ
മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിലും അവിടെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. അത് അവരെ ഇമേജിനെ ബാധിക്കുന്ന വലിയൊരു വിഷയമാണ്. കാരണം മറ്റു രാജ്യങ്ങൾക്ക് മുമ്പിൽ അയ്യോ ഞങ്ങളുടെ രാജ്യത്ത് ഇത്രയും വലിയ ഒരു സൈനിക സെറ്റപ്പും അതുപോലെ തന്നെ ആയുധ സെറ്റപ്പും ഉള്ള ഈ രാജ്യത്ത് കയറി അടിച്ച് ഇവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നൊടുക്കുകയോ അയ്യോ ഞങ്ങൾക്ക് വലിയ നാണക്കേടാണ് എന്ന് ചിന്തിക്കുന്ന ഒരു തീട്ട ചിന്താഗതിക്കാരനാണ് ഈ നെതന്യാഹു എന്ന് പറയുന്ന വ്യക്തി എന്ന് വളരെ വ്യക്തമാണ്. കാരണം ഇതേ രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ ഇവരുടെ മിസൈലുകളും അതുപോലെ തന്നെ വോക്കി ടോക്കി പോലെയുള്ള സംഭവങ്ങളിലുമൊക്കെ ഈ സ്ഫോടനങ്ങൾ നടത്തുമ്പോൾ ഇവർ അങ്ങനെയും ചിന്തിക്കണ്ടേ? അവരുടെ രാജ്യത്തും അവരുടെ ആ ഒരു രാജ്യത്തുള്ള സാധാരണക്കാരെ കൊന്നൊടുക്കുമ്പോൾ അതിശക്തന്മാരായിട്ടുള്ള ആളുകൾ അവർ അവിടെ ഉണ്ട്, എന്തായാലും നമുക്കൊരു തിരിച്ചടി ഉണ്ടാകും എന്ന് ചിന്തിക്കാനുള്ള ആ ഒരു ബുദ്ധി പോലും ഇല്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ് ഇപ്പോ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ വലിയൊരു സംഭവമാണ് ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി ഇപ്പോ വെപ്രാളപ്പെട്ട് നടക്കുന്നത്. ഇപ്പോ ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തുള്ള നെതന്യാഹുവിന്റെ പ്രതിപക്ഷ പാർട്ടികൾ അവർ നെതന്യാഹുവിനെ ഒന്നുമല്ലാതാക്കിയാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി കാരണം നമ്മുടെ രാജ്യം കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോ പിണറായി വിജയൻ സാർ എന്തെങ്കിലും ഒരു അവിവേകം കാണിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനെ പ്രതികരിക്കുന്ന പ്രതിപക്ഷം വി ഡി സതീശൻ അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല പോലെയുള്ള ആളുകൾ ഇന്ന് നിലവിലുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചിലപ്പോ ഒന്നൊതുങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോ ആ CPM-ന്റെ പാർട്ടിയിൽ നിന്നും വലിയൊരു വിള്ളലുണ്ടായി. ഇന്ന് മഞ്ചേരി മറ്റേ നമ്മുടെ PV അൻവർ DMK എന്ന് പറയുന്ന ആ ഒരു പാർട്ടി രൂപീകരിക്കാനായിരുന്നു ഇന്ന് സമ്മേളനമൊക്കെ വിളിച്ചു കൂട്ടിയത്. പക്ഷേ അത് എന്തോ ഒരു സാങ്കേതിക തടസ്സങ്ങൾ മൂലം ആ ഒരു പാർട്ടി രൂപീകരണം ഇന്ന് നടന്നിട്ടില്ല എന്ന് വളരെ വ്യക്തമാക്കുന്ന ആ ഒരു ലൈവ് വീഡിയോയും നമ്മൾ കണ്ടു. അപ്പോ ഇങ്ങനെയാണ് ആ ഒരു പ്രതിപക്ഷ പാർട്ടിയിൽ നിൽക്കുന്ന ഈ നെതന്യാഹുവിനെ പോലെ അതിശക്തന്മാരായിട്ടുള്ള മറ്റാളുകളുണ്ട് പ്രതിപക്ഷത്തിൽ. അപ്പോ അവർ ഇപ്പോ നെതന്യാഹുവിന് എതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റും ഈ ഒരു സൈനിക ഒരു സഹായമോ അതല്ലെങ്കിൽ അവരുടെ ആ ഒരു ആയുധ സഹായമോ ഇനി ഇസ്രായേലിന് കിട്ടാൻ ഒരിക്കലും സാധ്യതയില്ല എന്ന് വളരെ വ്യക്തമാണ്. നോർത്ത് കരോലൈനയിൽ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ട്രംപ് ഇപ്പോൾ ഇറാന്റെ ആണവ നിലയത്തിന് നേരെ ആക്രമണം നടത്തണമെന്നുള്ള ഒരു ആഹ്വാനമാണ് നടത്തിയിരിക്കുന്നത്. സ്വന്തം ജീവൻ പോലും രക്ഷപ്പെടുത്താൻ പോലും പറ്റാത്ത ട്രംപിന്റെ കഥയാണോ ഇനി പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ ലോങ് ഷൂട്ടാണ് നടത്തിയത്. ഒരു ചെവിയുടെ ഒരു ഭാഗം ഒരു ചെറിയ ഭാഗമാണ് തുളച്ച് ബുള്ളറ്റ് കയറിപ്പോയത്. അപ്പോ സ്വന്തം കാര്യത്തിൽ പോലും സുരക്ഷ ഉറപ്പാക്കാൻ കഴിയാത്ത ട്രംപിനെ പോലെയുള്ള എന്താ പറയാതിരിക്കലാണ്ട് ഞാൻ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഒരു വലിയ വിഷയമാണ്. അതോടെ ഇന്ന് രാത്രിയിൽ ഇസ്രായേൽ അന്ത്യയുദ്ധം നടത്തുമെന്ന് ഉറപ്പാണെന്ന് മാധ്യമങ്ങൾ പറയുന്നു. മാധ്യമങ്ങളല്ലേ ഇസ്രായേലിന്റെ കൂടെ പിന്നിൽ നടക്കുന്നത്, അല്ലെ? കഴിഞ്ഞ ഒക്ടോബർ 7 ഹമാസിനെതിരെ ആരംഭിച്ച യുദ്ധം ഒരു വർഷത്തോടടുക്കുമ്പോഴും പൂർണ്ണ വിജയത്തിലെത്തിക്കാൻ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല. അപ്പോ ഇസ്രായേലിന്റെ പരാജയമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ ഇതുവരെയും പടച്ചുവിട്ട മാധ്യമ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് പിന്തള്ളാൻ കഴിയും, അല്ലെ? തുടർന്ന് ഹിസ്ബുള്ളയും ഹൂതികളും ഹമാസിന് പിന്തുണയുമായി ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുന്നു. ഹമാസിനെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യാൻ കഴിയാത്തത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കഴിവുകേടാണ് ഇസ്രായേലിലെ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നത്. ഹമാസിന്റെയും ലെബനനിലെ ഹിസ്ബുള്ളയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെ വധിക്കാൻ കഴിഞ്ഞെങ്കിലും യുദ്ധം ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ തന്റെ സർക്കാരിന്റെ ഭാവി അത്ര ശോഭനമാകില്ലെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിന് വ്യക്തമാണ്. നിങ്ങൾ മറ്റൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഉഹദ് യുദ്ധം എന്ന് പറയുന്ന ആ ഒരു യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിന്റെ ഒരു യുദ്ധത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഉഹദ് യുദ്ധം നടക്കുന്ന സമയം ശത്രുപക്ഷത്ത് നിന്ന് വരുന്ന ആളുകളെ നോക്കാൻ വേണ്ടി മലമുകളിൽ കയറി നിന്ന ആ ഒരു സഹാബികൾ ഹിന്ദ് എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അവരുടെ സഹോദരനെയും അതുപോലെ തന്നെ ഉപ്പയെയും കൊന്നൊടുക്കിയ ആ ഒരു ചരിത്ര പുരുഷന്മാർക്ക് നേരെ അവരെ കൊലപ്പെടുത്താൻ വേണ്ടി മുഹമ്മദ് നബിയെ കൊലപ്പെടുത്താൻ വേണ്ടി കുന്തം എറിയുന്നതിൽ
അഗ്രഗണ്യനായിട്ടുള്ള വൈശി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ഉഹദ് യുദ്ധത്തിൽ